ഓം ശാന്തി 6-11-20. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ഗോഡ്ലി സർവീസിലാണ്. നിങ്ങൾ എല്ലാവർക്കും സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. സ്കോളർഷിപ്പ് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെ ധാരണ എപ്പോഴുണ്ടാകുന്നു, അപ്പോൾ ഏതൊരു ഭയം മാറിപ്പോകുന്നു? ഉത്തരം: ഭക്തിയിൽ ഗുരു നമ്മെ ശപിക്കുമോ എന്ന ഭയമുണ്ട്. ഈ ഭയം ജ്ഞാനത്തിൽ വരുന്നതിലൂടെ, ജ്ഞാനത്തിൻ്റെ ധാരണ ചെയ്യുന്നതിലൂടെ മാറുന്നു. കാരണം ജ്ഞാനമാർഗത്തിൽ ആരെങ്കിലും ശാപം നൽകുക സാധ്യമല്ല. രാവണൻ ശാപം നൽകുന്നു, ബാബ സമ്പത്ത് നൽകുന്നു. അത്ഭുത സിദ്ധികൾ പഠിക്കുന്നവർ ഇങ്ങനെ ശല്യം ചെയ്യുന്നതിൻ്റെയും ദുഃഖം നൽകുന്നതിൻ്റെയും പ്രവൃത്തി ചെയ്യുന്നു. ജ്ഞാനത്തിലാണെങ്കിൽ കുട്ടികളായ നിങ്ങൾ എല്ലാവർക്കും സുഖം എത്തിച്ചു കൊടുക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവെന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളെല്ലാവരും ആദ്യമായി ആത്മാവാണ് എന്ന ഉറച്ച നിശ്ചയം വയ്ക്കണം. കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ പരംധാമിൽ നിന്നും വരുന്നു, ഇവിടെ ശരീരം എടുത്ത് പാർട്ട് അഭിനയിക്കാൻ. ആത്മാവ് തന്നെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. മനുഷ്യർ പിന്നെ മനസ്സിലാക്കുന്നു ശരീരമാണ് പാർട്ട് അഭിനയിക്കുന്നത് എന്ന്. ഇതാണ് വലുതിലും വലിയ തെറ്റ്. അത് കാരണം ആത്മാവിനെ ആരും അറിയുന്നില്ല. ഈ ആവാഗമനത്തിൽ നമ്മൾ ആത്മാക്കൾ വരികയും പോവുകയും ചെയ്യുന്നു. ഈ കാര്യത്തെ മറന്നു പോകുന്നു. അതിനാൽ ബാബയ്ക്ക് തന്നെ വന്ന് ആത്മാഭിമാനി ആക്കേണ്ടി വരുന്നു. ഈ കാര്യവും ആരും അറിയുന്നില്ല. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത് ആത്മാവ് എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. മനുഷ്യന് മാക്സിമം 84 ജന്മങ്ങൾ മുതൽ മിനിമം 1-2 ജന്മമാകുന്നു. ആത്മാവിന് പുനർജന്മം എടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ നിന്നും സിദ്ധമാകുന്നത് വളരെയധികം ജന്മമെടുക്കുന്നവർ വളരെയധികം പുനർജന്മം എടുക്കുന്നു എന്നാണ്. കുറച്ച് ജന്മം എടുക്കുന്നവർ പുനർജന്മം എടുക്കുന്നതും കുറവായിരിക്കും. ഇതുപോലെ നാടകത്തിൽ ചിലർക്ക് തുടക്കം മുതൽ അവസാനം വരെ പാർട്ടുണ്ടായിരിക്കും, ചിലർക്ക് കുറച്ച് പാർട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇത് മനുഷ്യരാരും അറിയുന്നില്ല. ആത്മാവ് സ്വയമേ തന്നെ അറിയുന്നില്ല. അപ്പോൾ സ്വന്തം പിതാവിനെ എങ്ങനെ അറിയുവാനാണ്? ആത്മാവിൻ്റെ കാര്യമാണല്ലോ. ആത്മാക്കളുടെ പിതാവാണ്. കൃഷ്ണനാണെങ്കിൽ ആത്മാക്കളുടെ പിതാവല്ല. കൃഷ്ണനെ നിരാകാരൻ എന്ന് പറയില്ല. സാകാരത്തിൽ തന്നെയാണ് കൃഷ്ണൻ തിരിച്ചറിയപ്പെടുന്നത്. ആത്മാവ് എല്ലാവർക്കുമുണ്ട്. ഓരോ ആത്മാവിലും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളിലും നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ആത്മാക്കൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത് എന്ന് ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നു. ആത്മാവ് തന്നെ പരമാത്മാവ് എന്നല്ല, അങ്ങനെയല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നമ്മൾ ആത്മാക്കൾ തന്നെയാണ് ആദ്യം ദേവതയാകുന്നത്. ഇപ്പോൾ പതീതവും തമോ പ്രധാനവുമാണ്. വീണ്ടും സദോ പ്രധാനവും പാവനവും ആകണം. ബാബ വരുന്നത് തന്നെ സൃഷ്ടി പഴയതാകുമ്പോഴാണ്. ബാബ വന്ന് പഴയതിനെ പുതിയതാക്കി മാറ്റുന്നു, പുതിയ സൃഷ്ടി സ്ഥാപിക്കുന്നു. പുതിയ ലോകത്തിൽ തന്നെയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം. മുൻപ് കലിയുഗി ശൂദ്രധർമ്മത്തിലുള്ളവർ ആയിരുന്നു എന്നവരെ കുറിച്ച് തന്നെയാണ് പറയുക. ഇപ്പോൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലിയായി ബ്രാഹ്മണരായിരിക്കുന്നു. ബ്രാഹ്മണ കുലത്തിൽ വരുന്നു. ബ്രാഹ്മണ കുലത്തിൻ്റെ ഡിനാസ്റ്റി ഉണ്ടായിരിക്കുന്നില്ല. ബ്രാഹ്മണ കുലം രാജ്യം ഭരിക്കുന്നില്ല. ഈ സമയം ഭാരതത്തിൽ ബ്രാഹ്മണ കുലവും രാജ്യം ഭരിക്കുന്നില്ല.
ശൂദ്രകുലവും രാജ്യം ഭരിക്കുന്നില്ല. രണ്ടിൻ്റെയും രാജധാനിയില്ല. എങ്കിലും അവരുടെ പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യം നടക്കുന്നു. ബ്രാഹ്മണരായ നിങ്ങളുടെ രാജ്യമൊന്നുമില്ല. നിങ്ങൾ സ്റ്റുഡൻസ് പഠിക്കുന്നു. ബാബ നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഈ 84ൻ്റെ ചക്രം എങ്ങനെ തിരിയുന്നു? സത്യയുഗം, ത്രേത, പിന്നെ സംഗമയുഗമാകുന്നു. ഈ സംഗമയുഗത്തിനു പോലെ മഹിമ മറ്റൊരു യുഗത്തിനുമില്ല. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. സത്യയുഗത്തിൽ നിന്നും ത്രേതായിൽ വരുന്നു. 2 കല കുറയുന്നു. അപ്പോൾ അവരുടെ എന്ത് മഹിമ ചെയ്യുവാനാണ്? വീഴുന്നവർക്ക് മഹിമ ഉണ്ടാകുന്നില്ല. കലിയുഗത്തെ പറയുന്നത് പഴയ ലോകം എന്നാണ്. ഇപ്പോൾ പുതിയ ലോകം സ്ഥാപിതമാകണം. അവിടെ ദേവീ ദേവതകളുടെ രാജ്യമുണ്ടായിരിക്കുന്നു. അവർ പുരുഷോത്തമ ആയിരുന്നു. പിന്നെ കലകൾ കുറഞ്ഞ് കുറഞ്ഞ് കനിഷ്ഠവും ശൂദ്രബുദ്ധിയുമാകുന്നു. അവരെ കല്ല് ബുദ്ധി എന്നും പറയുന്നു. ആരുടെ പൂജ ചെയ്യുന്നു? അവരുടെ ജീവിത കഥ പോലും അറിയാത്ത വിധം കല്ല് ബുദ്ധിയാകുന്നു. കുട്ടികൾ അച്ഛൻ്റെ ജീവിതം അറിയുന്നില്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ ജീവിതത്തെ അറിയുന്നുണ്ട്. ആ ഒന്നിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാതാവും പിതാവും എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും പിതാവ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അളവറ്റ സുഖം നൽകിയിട്ടുണ്ടാകുമല്ലോ. ബാബു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു, അളവറ്റ സുഖം കുട്ടികളായ നിങ്ങൾക്ക് നൽകുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ ഈ നോളജ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. അതിനാൽ നിങ്ങൾ സ്വദർശന ചക്രധാരിയാകുന്നു. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെ ദേവതയാകുന്നു. ഇപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി. കലിയുഗേ ബ്രാഹ്മണരുമുണ്ട് എന്നതും ശരി തന്നെ. ആ ബ്രാഹ്മണർക്കറിയില്ല നമ്മുടെ ധർമ്മം അഥവാ കുലം എപ്പോൾ സ്ഥാപിതമായി എന്ന്. കാരണം അവർ കലിയുഗി തന്നെയാണ്. നിങ്ങളിപ്പോൾ ഡയറക്റ്റ് പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമായിരിക്കുന്നു. മറ്റേവരെക്കാളും ഉയർന്ന കോടിയിലേതാണ്? ബാബയിരുന്ന് നിങ്ങളുടെ പഠനത്തിൻ്റെ സർവീസും പരിപാലിക്കുന്നതിൻ്റെ സർവീസും അലങ്കരിക്കുന്നതിൻ്റെ സർവീസും ചെയ്യുന്നു. നിങ്ങളാണ് ഓൺ ഗോഡ്ലി സർവീസ് ഓൺലി. ഗോഡ് ഫാദറും പറയുന്നു, ഞാൻ സർവ കുട്ടികളുടെയും സർവീസിനായി വന്നിരിക്കുന്നു. കുട്ടികൾക്ക് സുഖത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ബാബു പറയുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് പോകൂ. മനുഷ്യർ ഭക്തി ചെയ്യുന്നതും മുക്തിക്ക് വേണ്ടിയാണ്. തീർച്ചയായും ജീവിതത്തിൽ ബന്ധനമുണ്ട്. ബാബ വന്ന് ഈ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. നിലവിളിക്കും എന്ന് കുട്ടികളായ നിങ്ങൾക്കറിയാം. നിലവിളിക്ക് ശേഷം ജയ ജയ ഘോഷമുണ്ടാകണം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നാച്ചുറൽ കലാമിറ്റീസും മറ്റും ഉണ്ടാകുമ്പോൾ എത്ര നിലവിളിക്കും? യൂറോപ്പ് വാസികളായ യാദവരുമുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, യൂറോപ്പ് വാസികളെയാണ് യാദവർ എന്ന് പറയുന്നത്. ഉദരത്തിൽ നിന്നും ഉലക്ക വന്നു, പിന്നെ ശപിച്ചു എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ശാപത്തിൻ്റെയും മറ്റും കാര്യമേ ഇല്ല. ഇത് ഡ്രാമയാണ്. ബാബ സമ്പത്ത് നൽകുന്നു, രാവണൻ ശപിക്കുന്നു. ഈ ഒരു കളി ഉണ്ടായിരിക്കുന്നു. പിന്നെ ശപിക്കുന്ന മറ്റു മനുഷ്യരുമുണ്ട്. ആ ശാപത്തെ മാറ്റുന്നവരുമുണ്ട്. ഗുരുക്കന്മാരെയും സന്യാസിമാരെയും മറ്റും മനുഷ്യർ ഭയപ്പെടുന്നു, ശപിക്കാതിരിക്കുന്നതിനായി. വാസ്തവത്തിൽ ജ്ഞാനമാർഗത്തിൽ ആർക്കും ശപിക്കുവാൻ സാധിക്കില്ല. ജ്ഞാനമാർഗത്തിലും ഭക്തിമാർഗത്തിലും ശാപത്തിൻ്റെ ഒരു കാര്യവുമില്ല. ആരാണോ അത്ഭുത സിദ്ധികളും മറ്റും പഠിക്കുന്നത് അവർ ശപിക്കുന്നു. ലോകത്തുള്ളവരെ വളരെയധികം ദുഃഖിതരാക്കുന്നു. പൈസയും ധാരാളം സമ്പാദിക്കുന്നു. ഭക്തർ ഈ കാര്യം ചെയ്യുന്നില്ല. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്.
സംഗമത്തോടൊപ്പം പുരുഷോത്തമം എന്ന വാക്കും തീർച്ചയായും എഴുതൂ. ത്രിമൂർത്തി എന്ന വാക്കും തീർച്ചയായും എഴുതണം. പ്രജാപിത എന്ന വാക്കും ആവശ്യമാണ്. കാരണം ബ്രഹ്മ എന്ന പേരും വളരെ പേർക്കുണ്ട്. പ്രജാപിത എന്ന വാക്ക് എഴുതുമ്പോൾ സാകാരത്തിലുള്ള പ്രജാപിതാവ് എന്ന് മനസ്സിലാക്കും. കേവലം ബ്രഹ്മാവ് എന്ന് എഴുതുകയാണെങ്കിൽ സൂക്ഷ്മവതലത്തിലേതാണ് എന്ന് മനസ്സിലാക്കും. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ ഭഗവാൻ എന്ന് പറയുന്നു. പ്രജാപിത എന്ന് പറയുകയാണെങ്കിൽ പ്രജാപിതാവ് ഇവിടെയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂക്ഷ്മവദനത്തിൽ എങ്ങനെ സാധ്യമാകും? വിഷ്ണുവിനെ ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നും വന്നതായി കാണിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കും ജ്ഞാനം ലഭിച്ചു. നാഭിയുടെയോ മറ്റോ കാര്യമില്ല. ബ്രഹ്മാവ് തന്നെ വിഷ്ണു, വിഷ്ണു തന്നെ ബ്രഹ്മാവ് എങ്ങനെയാകുന്നു? മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനം നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ചിത്രമില്ലാതെ മനസ്സിലാക്കിക്കുന്നതിൽ പ്രയത്നം തോന്നുന്നു. ബ്രഹ്മാവ് തന്നെ വിഷ്ണുവും വിഷ്ണു തന്നെ ബ്രഹ്മാവും ആകുന്നു. ലക്ഷ്മി നാരായണൻ 84ൻ്റെ ചക്രത്തിൽ കറങ്ങി പിന്നെ ബ്രഹ്മ സരസ്വതിയാകുന്നു. ബാബ ആദ്യമേ തന്നെ നാമം നൽകി. ഭക്തി ഉണ്ടായപ്പോൾ നാമം നൽകി. പിന്നീട് എത്ര പേർ പോയി. അതിനാൽ ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കാരണം ബ്രാഹ്മണർ പുരുഷാർത്ഥിയാണ്. ചിലപ്പോൾ താഴെയും ചിലപ്പോൾ ഉയരത്തിലുമായിരിക്കും. ഗ്രഹപ്പിഴ ഉണ്ടാകുന്നു. ബാബ രത്ന വ്യാപാരിയായിരുന്നു. മുത്തുകളുടെയും മറ്റും മാല എങ്ങനെ ഉണ്ടാകുന്നു എന്ന അനുഭവിയാണ്. ബ്രാഹ്മണരുടെ മാല അവസാനമാണ് തയ്യാറാകുന്നത്. ബ്രാഹ്മണരായ നമ്മൾ തന്നെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് ദേവതയാകുന്നു. പിന്നെ പടി ഇറങ്ങേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കും? 84 ജന്മങ്ങളുടെ കണക്കിലൂടെ ഇത് കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങളുടെ പകുതി സമയം പൂർത്തിയാകുന്നു. അപ്പോൾ രണ്ടാമത്തെ ധർമ്മത്തിലുള്ളവർ ആഡാകുന്നു. മാല ഉണ്ടാക്കുന്നതിൽ വലിയ പ്രയത്നം തോന്നുന്നു. വളരെ സൂക്ഷിച്ച് മുത്തുകളെ ടേബിളിൽ വയ്ക്കുന്നു, അനങ്ങാതിരിക്കാൻ. പിന്നെ സൂചി കൊണ്ട് കോർക്കുന്നു. എവിടെയെങ്കിലും ശരിയായില്ല എങ്കിൽ പിന്നെ മാല പൊട്ടിക്കേണ്ടി വരും. ഇതാണെങ്കിൽ വളരെ വലിയ മാലയാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. സ്ലോഗൻ തയ്യാറാക്കൂ. നമ്മൾ ശൂദ്രർ തന്നെ ബ്രാഹ്മണരും ബ്രാഹ്മണർ തന്നെ ദേവതയും എങ്ങനെയാകുന്നു എന്ന് വന്ന് മനസ്സിലാക്കൂ. ഈ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകും, സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. ഇങ്ങനെയുള്ള സ്ലോഗൻ തയ്യാറാക്കി കുട്ടികൾ പഠിപ്പിക്കേണ്ടതാണ്. ബാബ ധാരാളം യുക്തികൾ പറഞ്ഞു തരുന്നു. വാസ്തവത്തിൽ വാല്യൂ നിങ്ങൾക്കാണ് ഹീറോ ഹീറോയിൻ്റെ പാഠ് ലഭിക്കുന്നത്. നിങ്ങൾ വജ്രതുല്യമാകുന്നു. പിന്നെ 84ൻ്റെ ചക്രം കറങ്ങി കക്കയ്ക്ക് സമാനമാകുന്നു. വജ്രതുല്യ ജന്മം ലഭിക്കുമ്പോൾ കക്കകൾക്ക് പിന്നാലെ എന്തിനു പോകണം? വീടും കുടുംബവും ഉപേക്ഷിക്കണം എന്നുമല്ല. ബാബു പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് കമലപുഷ്പ സമാനം പവിത്രമായിരിക്കൂ. സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് അറിഞ്ഞ് ദൈവിക ഗുണവും ധാരണ ചെയ്യൂ. എങ്കിൽ നിങ്ങൾ വജ്രതുല്യമായി മാറും. തീർച്ചയായും ഭാരതം 5000 വർഷങ്ങൾക്ക് മുമ്പ് വജ്രതുല്യമായിരുന്നു. ഇതാണ് എയിം ഓബ്ജക്റ്റ്. ഈ ചിത്രത്തിന്, അതായത് ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തിന് വളരെയധികം മഹത്വം നൽകണം. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സർവീസ് ചെയ്യണം. എക്സിബിഷനിലും മ്യൂസിയത്തിലും. വിഹംഗ മാർഗത്തിലുള്ള സർവീസ് കൂടാതെ നിങ്ങൾ എങ്ങനെ പ്രജകളെ തയ്യാറാക്കും? ഈ ജ്ഞാനം കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഉയർന്ന പദവി വിരളം പേരാണ് നേടുന്നത്. അതിനെക്കുറിച്ചാണ് കോടിയിൽ ചിലർ എന്ന് പറയുന്നത്. സ്കോളർഷിപ്പും ചിലരാണ് നേടുന്നത്. 40-50 കുട്ടികൾ
സ്കൂളിൽ ഉണ്ടായിരിക്കുന്നവരിൽ നിന്നും ഒരാളായിരിക്കും സ്കോളർഷിപ്പ് നേടുന്നത്. ആരെങ്കിലും ഒരല്പം പ്ലസിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അവർക്കും നൽകുന്നു. ഇതും ഇങ്ങനെ തന്നെ. പ്ലസിൽ ധാരാളം പേരുണ്ട്. 8 മണികളുണ്ട്. അതും നമ്പർ വാറാണല്ലോ. അവർ ആദ്യം രാജസിംഹാസനത്തിലിരിക്കും. പിന്നെ കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ലക്ഷ്മി നാരായണന്റെ ചിത്രം നമ്പർ 1 ആണ്. അവരുടെയും ഡിനൈസ്റ്റി നടക്കുന്നു. എന്നാൽ ചിത്രം ലക്ഷ്മി നാരായണന്റേതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ചിത്രം കാണിക്കുന്നതിലൂടെ എന്ത് നേട്ടം? നാമം, രൂപം, ദേശം, കാലം എല്ലാം മാറുന്നു. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ബാബ മനസ്സിലാക്കിച്ചിരുന്നു. കൃഷ്ണൻ ഗോപഗോപികമാരെ കേൾപ്പിച്ചു എന്നല്ല. കൃഷ്ണന് ഗോപഗോപികമാർ ഉണ്ടായിരിക്കുന്നില്ല. കൃഷ്ണനെ ജ്ഞാനം പഠിപ്പിക്കുന്നുമില്ല. കൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസാണ്. അവിടെ എങ്ങനെയാണ് രാജയോഗം പഠിപ്പിക്കുകയും പതീതരെ പാവനമാക്കുകയും ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ തൻ്റെ പിതാവിനെ ഓർമ്മിക്കൂ. അച്ഛൻ പിന്നെ ടീച്ചറുമാണ്. ടീച്ചറിനെ സ്റ്റുഡൻറ്റിന് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. അച്ഛനെ കുട്ടികൾ മറക്കുക സാധ്യമല്ല. ഗുരുവിനെയും മറക്കുവാൻ സാധിക്കില്ല. അച്ഛൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നു. ടീച്ചറിനെ 5 വർഷത്തിന് ശേഷമാണ് ലഭിക്കുന്നത്. പിന്നെ ഗുരുവിനെ വാനപ്രസ്ഥത്തിൽ ലഭിക്കുന്നു. ജന്മം മുതലേ ഗുരുവിനെ സ്വീകരിക്കുന്നതിലൂടെ ഒരു നേട്ടവുമില്ല. ഗുരുവിൻ്റെ മടിയിലേക്ക് വന്നതിന് ശേഷം അടുത്ത ദിവസം മരിച്ചു പോകുന്നു. പിന്നെ ഗുരു എന്തു ചെയ്യുന്നു? സദ്ഗുരു ഇല്ലാതെ ഗതിയില്ല എന്ന് പാടുന്നുമുണ്ട്. സദ്ഗുരുവിനെ ഉപേക്ഷിച്ച് അവർ പിന്നെ ഗുരു എന്ന് പറയുന്നു. ഗുരുക്കന്മാർ അനേകമുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് ഏതെങ്കിലും ദേഹധാരിയായ ഗുരുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരോടും ഒന്നും യാചിക്കരുത്. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുമുണ്ട്. നമ്മൾ എങ്ങനെ നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. അടുത്ത ജന്മത്തേക്ക് വേണ്ടി അവർ ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള റിട്ടേൺ ഈ പഴയ സൃഷ്ടിയിൽ തന്നെ അല്പകാലത്തേക്ക് ലഭിക്കുന്നു. ഇവിടെ നിങ്ങളുടേത് ട്രാൻസ്ഫർ ആകുന്നു പുതിയ ലോകത്തിൽ 21 ജന്മത്തേക്ക്. ശരീരം, മനസ്സ്, ധനം പ്രഭുവിൻ്റെ മുന്നിൽ അർപ്പിക്കണം. അതും എപ്പോൾ വരുന്നുവോ അപ്പോഴായിരിക്കുമല്ലോ അർപ്പണം ചെയ്യുക. പ്രഭുവിനെ ആരും അറിയുന്നതേയില്ല. അപ്പോൾ ഗുരുവിനെ പിടികൂടുന്നു. ധനവും മറ്റും ഗുരുവിൻ്റെ മുന്നിൽ അർപ്പണം ചെയ്യുന്നു. അവകാശമില്ലെങ്കിൽ എല്ലാം ഗുരുവിന് നൽകുന്നു. ഇപ്പോൾ നിയമമനുസരിച്ച് ആരും ഈശ്വരാർത്ഥം നൽകുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. അതിനാൽ ഞാൻ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. നിങ്ങളെ വന്ന് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! അവർ ഒന്നും തന്നെ അറിയുന്നില്ല. നമ്മൾ ഈശ്വരന് അർപ്പിക്കുന്നു എന്ന് കേവലം പറയുന്നു. എല്ലാവരും അവിവേകികളാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ വിവേകം ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിവേകിയിൽ നിന്നും വിവേകശാലിയാകുന്നു. ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ബാബ അതിശയം ചെയ്യുന്നു. തീർച്ചയായും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് തന്നെയാണ് ലഭിക്കേണ്ടത്. ബാബയിൽ നിന്നും നിങ്ങൾ സമ്പത്ത് നേടുന്നു ദാതയിലൂടെ. ദാതയും ആ ഒന്നിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് നൽകുന്നവൻ ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വരുന്നു. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തെ പാവനമാക്കി മാറ്റുന്നു. ഇദ്ദേഹം പിന്നെ
ഫരിഷ്തയായി മാറുന്നു. ബാഡ്ജ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വളരെയധികം സർവീസ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ഈ ബാഡ്ജസ് എല്ലാം അർത്ഥസഹിതമാണ്. ഇതാണെങ്കിൽ ജീവദാനം നൽകുന്ന ചിത്രമാണ്. ഇതിൻ്റെ വാല്യൂ ആർക്കും തന്നെ അറിയില്ല. ബാബയ്ക്ക് എപ്പോഴും വലിയ വസ്തുക്കളാണ് ഇഷ്ടം തോന്നുന്നത്. അതിലൂടെ ആർക്കും ദൂരെ നിന്ന് തന്നെ വായിക്കുവാൻ സാധിക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിനായി ഡയറക്റ്റായി തൻ്റെ ശരീരം, മനസ്സ്, ധനം ഈശ്വരന് മുന്നിൽ അർപ്പിക്കുന്നതിൽ വിവേകശാലിയാകണം. തൻ്റെ സർവ്വതും 21 ജന്മത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതുപോലെ ബാബ പഠിപ്പിക്കുന്നതിൻ്റെയും പരിപാലിക്കുന്നതിൻ്റെയും അലങ്കരിക്കുന്നതിൻ്റെയും സർവീസ് ചെയ്യുന്നു. അതുപോലെ ബാബയ്ക്ക് സമാനം സർവീസ് ചെയ്യണം. ജീവൻ ബന്ധനത്തിൽ നിന്ന് മാറി സർവരെയും ജീവൻ മുക്തിയിലേക്ക് കൊണ്ടുപോകണം. വരദാനം: സർവ ഖജനാവുകളുടെയും ഇക്കണോമിയുടെ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന മഹീന പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഇതുപോലെ ലൗകിക രീതിയിൽ ഇക്കോണമിയുള്ള വീടല്ലെങ്കിൽ ശരിയായ രീതിയിൽ നടക്കുക സാധ്യമല്ല. അതുപോലെ നിമിത്തമായ കുട്ടികൾ ഇക്കോണമി ഉള്ളവരല്ലെങ്കിൽ സെൻറ്റർ ശരിയായി നടക്കുന്നില്ല. അതായി പരിധിയുള്ള പ്രവൃത്തി. ഇതാണ് പരിധിയില്ലാത്ത പ്രവൃത്തി. അതിനാൽ ചെക്ക് ചെയ്യണം. സങ്കല്പത്തിലും വാക്കിലും ശക്തികളിലും എന്തെല്ലാം എക്സ്ട്രാ ചിലവഴിച്ചു. ആരാണോ സർവ ഖജനാവുകളുടെയും ഇക്കോണമിയുടെ ബഡ്ജറ്റ് തയ്യാറാക്കി അതനുസരിച്ച് നടക്കുന്നത്, അവർ തന്നെയാണ് മഹീന പുരുഷാർത്ഥി എന്ന് പറയുന്നത്. അവരുടെ സങ്കല്പം, വാക്ക്, കർമ്മം, ജ്ഞാനത്തിൻ്റെ ശക്തികൾ ഒന്നും വ്യർത്ഥമായി പോവുക സാധ്യമല്ല. സ്ലോഗൻ: സ്നേഹത്തിൻ്റെ ഖജനാവിനാൽ സമ്പന്നമായി സർവർക്കും സ്നേഹം നൽകൂ, സ്നേഹം എടുക്കൂ. ഓം ശാന്തി. മനസ്സിനെ സ്വച്ഛവും ബുദ്ധിയെ സ്പഷ്ടവുമാക്കി ഞാൻ സൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സൂക്ഷ്മ സങ്കല്പത്തിലൂടെ ഞാൻ ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ പരമാത്മാ ജ്യോതിയിൽ എൻ്റെ ബുദ്ധിയെ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. ജ്യോതി സ്വരൂപനായ ബാബയുടെ
കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം പ്രഭു സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു. എൻ്റെ സ്വരൂപം സമ്പൂർണ്ണ സ്വച്ഛമാകുന്നു. ഈ സമ്പന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും പ്രകാശവീചികൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.